ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോണത് ഒരു ബൈലാംഗ്വൽ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സാലാർ എന്ന് പറഞ്ഞ ഒരു കന്നഡ സിനിമയാണ്. പക്ഷേ ഇത് തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ ഡബ്ബിങ് ചെയ്ത് പോയിട്ടുമുണ്ട്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് സാലാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ വരുന്നത് പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ, അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളുണ്ട്. ബോബി സിംഹ വരുന്നുണ്ട്, ഈശ്വരിയ റാവു ഒരു റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ജഗ്പട്ടി ബാബു, പുള്ളി ഒരു മികച്ച ഒരു റോള് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ് പ്രശാന്ത് നീൽ എന്ന KGF ഡയറക്ടറുടെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു കേരളത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക്. KGF 1ഉം 2ഉം കണ്ടവർക്കറിയാം, വെറും ഒരു താരമായിരുന്ന യാഷ് എന്ന് പറഞ്ഞൊരു ഹീറോയിനെ ഒരു റോക്കിംഗ് സ്റ്റാർ യാഷാക്കി മാറ്റിയത് ഈ ഒരു പ്രശാന്ത് നീലാണ്. റോക്കിംഗ് സ്റ്റാർ യാഷാക്കി മാറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണും. KGF 2 ആണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ പ്രശാന്ത് നീലിൻ്റെ. ഇനി സാലാർ എന്ന് പറഞ്ഞ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഒരു KGF കണ്ടിട്ട് പ്രശാന്ത് നീൽ ഒരു പുതിയ ഹീറോയിനെയും പൃഥ്വിരാജിനെയൊക്കെ ഉൾപ്പെടുത്തിയൊരു സിനിമ ചെയ്യുന്ന നേരത്ത് പ്രതീക്ഷകളേറെയായിരുന്നു. ഇത് പക്ക KGFൻ്റെ ആ ഒരു മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. KGF എങ്ങനെയായിരുന്നോ അതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് അറേഞ്ച് ചെയ്തത്. ഈ ഗോത്രങ്ങളുടെ കഥയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ഗോത്ര മുഖാന്തരം വരുന്ന ചില തർക്കങ്ങൾ, ആധിപത്യം സ്ഥാപിക്കുന്ന കുറേ രീതികളും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു തീമായിട്ട് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രഭാസിനെ പറ്റി പറയാനാണെങ്കിൽ പ്രഭാസിൻ്റെ റീസെൻ്റിലുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തൊരു സിനിമയൊക്കെ ആയിരുന്നു. ബാഹുബലിക്ക് ശേഷം ഇങ്ങോട്ടൊന്ന് സിനിമയിലൊക്കെ ഒരു ബീലോ ആവറേജ് എന്ന രീതിക്ക് നിന്ന പ്രഭാസ്, പക്ഷേ കളക്ഷൻ അതിഗംഭീര കളക്ഷൻ ആണെങ്കിൽ പോലും സിനിമയിൽ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഒരിക്കലും ഇല്ല. ബാഹുബലി കണക്കത്തൊരു പടം പ്രഭാസിന് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ നിലവിലിപ്പം ഈ സാലാർ എന്ന് പറഞ്ഞ ഈ സിനിമ വന്ന സമയത്ത് പ്രശാന്ത് നീൽ പ്രഭാസിനെ ഗംഭീരമായിട്ട് തന്നെ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സംവിധായകൻ്റെ കയ്യിൽ പണിയേറെ സംവിധായകൻ്റെ കൈ കിട്ടിയ പ്രഭാസിനെ ഗംഭീരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഗംഭീര പ്രകടനം ഇത് പ്രഭാസ് കാണിച്ചു. പിന്നെ പൃഥ്വിരാജിനെ പറ്റി പറയാനാണെങ്കിൽ പൃഥ്വിരാജ് ഒരു പ്രധാന ഒരു തീമാണ് ഈ സിനിമയുടെ. പൃഥ്വിരാജിൻ്റെ കൂടെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് മലയാളത്തിൽ കണ്ട പൃഥ്വിരാജിനെയൊക്കെയാണ് നമുക്ക് ഫുൾ ഒരു എനർജി സ്റ്റാർ ആക്കിയത്. ഇതൊരു ആക്ടിങ്ങിന് ഒരു പ്രാധാന്യം കൊടുത്തൊരു സൈഡായി പോകുന്ന രീതി. വലിയ ആക്ഷൻ പാക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്ലൈമാക്സിലാണ് ഒരു ആക്ഷൻ പാക്ക് കൊടുത്തത്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് ഈ ഒരു ആക്ഷൻ പാക്ക് പൃഥ്വിരാജിൻ്റെ ഒരു കാണാൻ വേണ്ടി പറ്റിയ പ്രശാന്ത് നീൽ എങ്ങനെ ഒന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തികച്ചും ഒരു അഭിനയത്തിലാണ് പൃഥ്വിരാജിനോട് പ്രാധാന്യങ്ങളെല്ലാം കൊടുത്തിരുന്നത്. പിന്നെ ശ്രുതി ഹാസൻ്റെ ഒരു പേരിക്കുള്ള ഒരു കഥ എലമെൻ്റ് പോയിട്ട് അതിൻ്റെ പൃഥ്വിരാജിൻ്റെ കഥയായിട്ട് മാറിയ ഒരു ടേൺ ഓവർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തുടക്കമേ അവർക്കൊന്ന് ഈ കഥയിലൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. അതായത് അവർ ഒരു കഥ ദിവസത്തെ പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ വേറെ ഒരു സെക്ഷനിലിട്ട് വേറൊരു കഥയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് തോന്നിപ്പോൾ അതൊരു ഭയങ്കര ഒരു ഡിഫറൻസ് കാണിക്കുകയാണ് ഈ സിനിമേനെ പറ്റി. അതായത് ഒരു രീതിക്കൊരു കഥ പറഞ്ഞ് തുടങ്ങി, പിന്നെ എത്തിയ സമയത്ത് വേറെ ഒരു കഥയിലേക്ക് ടേൺ ഓവർ ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് പറഞ്ഞ ഒരു കഥയ്ക്കൊരു പൂർണ്ണതയോ ഒരു അടിസ്ഥാനമൊന്നും കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഈ ശ്രുതി ഹാസനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചാണ് സിനിമയുടെ കഥ തുടങ്ങിയത്. പിന്നെ അത് പൃഥ്വിരാജിൻ്റെ ഈ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി ആ രീതിക്ക് ഈ സിനിമ ടേൺ ഓവറായി പോയത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നെ ഭയങ്കരമായ ഒരു ഇഴച്ചിലാണ് ഈ സിനിമ. നമുക്ക് നോർമൽ ഓഡിയൻസിന് ഈ സിനിമ ഒട്ടും അങ്ങോട്ട് പിടിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നോർമൽ ഓഡിയൻസിന് ഒരിക്കലും ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് അത്രയ്ക്കുള്ള ഒരു കളർ ഷെയ്ഡായിരുന്നാലും ഇതിൻ്റെ ഒരു പോക്കായിരുന്നാലും ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നില്ല. അത് വേറൊരു ഇതായിട്ട് നിൽക്കുക. കുറച്ചും കൂടെയൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും എടുക്കുക. ഇപ്പോൾ KGFൻ്റെ കളർ ഷെയ്ഡ്, കളർ എഫക്റ്റ് ഞാൻ ഇതിലും കൊണ്ട് യൂസ് ചെയ്ത ആ ഒരു ഒന്ന് മാറ്റിയെടുക്കാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഇതിൽ ബാലതാരങ്ങളായി വരുന്ന കാർത്തികേയും പിന്നെ മറ്റേ ഒരു അതിൻ്റെ കോമ്പറ്റീഷൻ സീനുകളൊക്കെ എടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. പ്രഭാസിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒരു ചെറുപ്പകാലങ്ങളൊക്കെ കാണിക്കുന്നത്, കുട്ടിക്കാലം കാണിക്കാൻ നേരത്ത് അവർ നന്നായിട്ട് തന്നെയാണ് ആ ഒരു റൂട്ട് കൊണ്ടുപോയത്. ഗംഭീരമായ ഒരു ഇതായിരുന്നു. പിന്നെ ഈശ്വരിയ റാവു എന്ന് പറയുന്ന പ്രഭാസിൻ്റെ അമ്മ കഥാപാത്രം, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അമ്മ ക്യാരക്ടറൊക്കെ ഈ പ്രശാന്ത് നീലിൻ്റെ സിനിമയിൽ കുറച്ച് പ്രാധാന്യം വന്നൊരു സംഭവമാണ് അമ്മ എന്ന് പറയുന്ന ഒരു തീമാക്ക്.
ഇതിൽ അമ്മ വന്നെങ്കിലും ആ KGF കണക്കൊന്നും ആയില്ല. ഇതൊരു വല്ലാത്തൊരു ടൈപ്പ് ഒരു അമ്മ. അതായത് ഈ മകനെ നിയന്ത്രിക്കുന്ന ഒരു കർക്കശക്കാരിയായ ഒരു അമ്മ കഥാപാത്രമാണ് ഈ ഒരു ഈശ്വരി റാവു ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു സ്റ്റോറി ലൈൻ പറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ശ്രീഹാസിൻ്റെ അടുത്ത് ഒരാൾ ഒരു കഥ പറഞ്ഞാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീമായിട്ട് വന്നത്. പിന്നെ സെറ്റ് വർക്കും എല്ലാം ഗംഭീരമായിരുന്നു. സെറ്റ് വർക്ക് ഇതുള്ള മെഷീനായിട്ട് വന്ന കുറച്ച് എക്വിപ്മെൻറ്റ്സും കാര്യങ്ങളുടെയൊക്കെ ഒരു മേക്കിംഗ് എല്ലാം ഗംഭീരമായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് പ്രഭാസ് തന്നെയാണ് തകർത്തിക്കുന്നത്. പ്രഭാസിൻ്റെ ഒരു ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ടോ പറയാൻ വേണ്ടി പറ്റും. ഏറെ നാൾക്ക് ശേഷമാണ് പ്രഭാസിന് ഇങ്ങനൊരു റോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മികച്ച ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റി പ്രശാന്ത് നീൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഈ ഒരു ലൂപ്പ് മൂഡിൽ ഇങ്ങനെ കഥ ഇങ്ങനെ പോയി വന്നിട്ട് ക്ലൈമാക്സ് ഒക്കെ എത്തുന്നിടത്തുള്ള ഒരു അരമണിക്കൂറൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പടത്തിലൊരു എനർജി ലെവൽ അവിടെ തന്നെ ഫീൽ ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയേണ്ട വേറൊരു കഥാപാത്രമുണ്ട്. അതായത് ജോൺ വിജയുടെ ഒരു പെർഫോമൻസിൻ്റെ കാര്യമാണ് പറയേണ്ടത്. ജോൺ വിജയിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് തരം കഥാപാത്രമാണത്. പുള്ളി ഒരു റോള് കൊടുത്ത് പെർഫെക്റ്റായിട്ട് പുള്ളി ചെയ്തത്. പക്ഷേ ആ ഒരു കഥാപാത്രം ഇത് എന്ത് കഥാപാത്രമാണെന്ന് എനിക്കറിയാൻ വയ്യ. ഒരുമാതിരി ശിഖണ്ഡികളെ കണത്തൊരു കഥാപാത്രം. കുറേ നേരം ഒരുമാതിരി ഇല്ല കളിതമാശ, പിന്നെ കരച്ചില്ല പെണ്ണുങ്ങളെപ്പോലെ ഒരുമാതിരി ഒരു വല്ലാത്തൊരു കഥാപാത്രം. എനിക്കെന്തോ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആ ഒരു കഥാപാത്രത്തോട് എനിക്ക് തോന്നിയ പോലുമില്ല. അതൊരു ഭയങ്കര ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്രയൊക്കെ തന്നെയാണ് പറയാൻ വേണ്ടിയുള്ളത്. ഒരിക്കലും ഒരു മികച്ച ഒരു തിരക്കഥ ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല. എന്തോ ഒരു ലൂപ്പ് മൂഡിൽ ഇങ്ങനെ പടം റൺ ചെയ്ത് പോകണക്കാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായ ഒരു ലാഗുണ്ട് ഈ പടത്തിൽ. ഒരു ആശയമില്ലാത്ത കുറേ സീനുകളൊക്കെ ഉൾപ്പെടുത്തി എവിടെയോ കൊണ്ടുപോയി നിർത്തിയതാണൊക്കെ എനിക്ക് തോന്നിയത്. അവസാനത്തിലേക്ക് എത്തുന്ന ഒരു നിമിഷത്തെ ഒരു പെർഫോമൻസ് ഫൈറ്റ്, അതായത് നമ്മുടെ പ്രഭാസും പൃഥ്വിരാജും അവരുടെ ഒരു ഐഡൻറ്റിറ്റീനെ ഒരു ചലഞ്ച് ചെയ്ത് നടക്കാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഫാൻസ് ഇല്ലേ, നിനക്ക് ഫാൻസ് ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു തീമിൽ സിനിമ മാറുന്നിട്ട് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ആദ്യത്തെ കഥയും രണ്ടാമത്തെ ആ ഒരു ഇന്റർവ്യൂവിലുള്ള കഥയും തമ്മിൽ യാതൊരു വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ചുമ്മാ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു പടം. ഗൂസ് ബംസിനൊക്കെ ഉള്ള എലമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്ത ഒരു കണക്കാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടെ ഒന്ന് ഇതാക്കി എടുക്കാമായിരുന്നു. പിന്നെ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടും. അതൊരു വിഭാഗത്തിൻ്റെ ഒരു കുഴപ്പവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സ്റ്റോറി എലമെൻറ്റ് നോക്കുന്നില്ല, പടത്തിലെ ആക്ഷൻ പാക്ക്, അല്ലെങ്കിൽ പ്രശാന്ത് നീൽ പടം, അല്ലെങ്കിൽ KGF എടുത്ത ഡയറക്ടർ അല്ലെന്നുള്ള ഒരു കാര്യം വെച്ച് അദ്ദേഹത്തിനൊരു ഇഷ്ടം കൊണ്ട് കൊടുക്കുന്ന ഒരു കാര്യം വെച്ചാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ ഈ പറയുന്നുള്ളൂ. സോ ഇതാണ് എനിക്ക് ഈ ഒരു സലാർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ള എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സ്ക്രിപ്റ്റിലൊക്കെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മികച്ച പടമായി മാറിയേനെ. അല്ലെങ്കിൽ ഒരു തീം പിടിച്ച് ചെയ്തിറങ്ങി. ഇപ്പോൾ KGF ആണെങ്കിൽ ഒറ്റ തീമാണ്, സിനിമയുടെ എല്ലാ പൊസിഷനിലും ഒരൊറ്റ തീമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ പല എലമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. പിന്നെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഒരു കഥാ എലമെൻറ്റും കാര്യങ്ങളൊക്കെ പോകാത്തതുമായിട്ട് എനിക്ക് തോന്നിപ്പോയി. സോ ഇതാണ് സലാർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളും. സലാർ സീസ് ഫയർ ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം വന്നുണ്ട്, സലാർ 2 എന്നും പറഞ്ഞ സലാർ 2 ശൗര്യാംഗ പർവം എന്ന് പറഞ്ഞ ഒരു രണ്ടാം ഭാഗം ഒരുങ്ങുന്നുണ്ട്. അതിൽ കുറച്ചും കൂടെ ഡെവലപ്മെൻ്റ് ആയിട്ട് ഈ കഥ എലമെൻറ്റ് മാറുന്നതിൻ്റെ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടലും, അല്ലെങ്കിൽ മികച്ച കഥ പറയാത്ത രീതിക്ക് ഈ സിനിമ മാറരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പൃഥ്വിരാജ് പ്രഭാസ് ഒരു കോംബോ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അതും പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷനിൽ ശ്രുതിഹാസൻ നായിക, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്കുണ്ടെന്ന് വെച്ചാൽ പ്രഭാസും പൃഥ്വിരാജും കൂടെ ഒരുമിച്ച് ഒന്നിച്ചാണല്ലോ എന്നുള്ള കാര്യത്തിന് ഒരു ഹൈപ്പ് ഇന്നും ഒരു ഇതുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കോംബോ കാണാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇനി രണ്ടാം ഭാഗത്തിനോട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മികച്ച സിനിമയായി മാറട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് സാലാർ എന്ന് പറഞ്ഞ സിനിമയുടെ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സാലാർ സീസ് ഫെയറിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ഇത്രയുള്ള പറയാനായിട്ട്. സ്ക്രിപ്റ്റ് ബേസ് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുനിന്ന് ഷൂട്ട് ചെയ്തെങ്കിൽ മികച്ച പടമായി മാറിയേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. സോ ഇതാണ് സാലാർ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റു സിനിമയുടെ ഇഷ്ടമായിട്ട് വരുന്നത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.